UN പീസ് കീപ്പേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് അറിയിച്ചത് ലെബനോണിൽ. അതേപോലെ തന്നെ ഹിസ്ബുള്ള പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടാണ് കഴിഞ്ഞിട്ടുള്ളത്, ഇനിയും എന്താകും, വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് വരാൻ ഒരുപാട് ഫോഴ്സ് ഹിസ്ബുള്ളൻ്റെ അടുത്തുണ്ട് എന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത്. ഇന്നലെ 7-8 ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. 7 തോന്നുന്നുണ്ട്, അറിയില്ല കൺഫേം. എന്തായാലും 7 പേര് എന്തായാലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഫൈറ്റിംഗ് ലെബനീസ് ബോർഡറിൽ. ഭയങ്കര ഹാർഡായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഗാസയിൽ നിന്നുള്ള റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഉള്ളൊരു വലിയ റെസിസ്റ്റൻസാണ് ഹിസ്ബുള്ള ഉണ്ടാക്കിയിരുന്നത് ഇസ്രായേൽ ഫോഴ്സിന്. നസറല്ല സീസ് ഫെയറിന് അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു മരിക്കുന്നതിൻ്റെ മുമ്പ് എന്നാണ് ഇപ്പോൾ ലെബനീസ് ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. ഡെത്ത് ടോൾ ഇപ്പോൾ ഗാസയിൽ നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്, 41,000 മുകളിലേക്ക് പോയതും ഓരോ നമ്പർ. അതേപോലെ ഇപ്പോൾ ലെബനോണിലെയും ഡെത്ത് ടോൾ പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ ലെബനോണിൽ ബീററ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോഴും അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. 46 പേര് കഴിഞ്ഞ 24 മണിക്കൂറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള അറ്റാക്കിങ്, എയർ സ്ട്രൈക്സ് വലിയ രീതിയിൽ ഇപ്പോൾ ലെബനോണിൽ നടക്കുന്നുണ്ട്. ജാഫയിലെ ഷൂട്ടിങ്ങിന് പിന്നിൽ ഹമാസാണെന്ന് ഹമാസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവിടെയും ഇസ്രായേലിൻ്റെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. US അവർ കുറച്ച് ഡിവൈഡ് ആയിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഈ ഇറാൻ ഇസ്രായേൽ ഇനിയിപ്പോൾ അറ്റാക്കിനെ പ്രതികരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ, പ്രതികരിക്കുക എന്നുള്ളതിൽ US ഒരു തീരുമാനം. എങ്ങനെയാണ് ഇസ്രായേൽ അറ്റാക്ക്, അത് ചില ആൾക്കാർ ഇറാനെ അറ്റാക്ക് ചെയ്യണമെന്നും ചില ആൾക്കാർ അറ്റാക്ക് ചെയ്യണ്ട എന്ന രണ്ടാളുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ. ഓക്കെ.